നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ചീഫ് കോർഡിനേറ്റർ ആൻഡ് വക്താവ്. ഈ വരുന്ന 5-ാം തീയതി പാലക്കാട് KSEB എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലുള്ള 14 ജില്ലകളിലും KSEBയുടെ സഹകരണ സംഘങ്ങൾ ഉണ്ട്. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെ തന്നെ പാലക്കാടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയും കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷനും സംയുക്തമായി ഒരു പാനൽ പാലക്കാട് ജില്ലയിലുള്ള KSEB തൊഴിലാളികൾക്ക് മുമ്പാകെ സമർപ്പിക്കുക. നമുക്കറിയാം, എംപ്ലോയീസ് സഹകരണ സംഘം ജീവനക്കാരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വയനാട്ടിൽ INTUC ഡയറക്ടർ ബോർഡിലുള്ള ഒരു സഹകരണ സംഘമുണ്ട്. അവിടെയൊക്കെ എമർജൻസി ലോണ് 50,000 രൂപ നൽകുമ്പോൾ പാലക്കാട് നൽകുന്നത് വെറും 15,000 രൂപ മാത്രമാണ്. വർഷങ്ങളോളം പ്രവർത്തന പരിചയമുള്ള ഈ സഹകരണ ബാങ്ക്, പാലക്കാട് സഹകരണ ബാങ്ക്, നൽകുന്നത് 15,000 രൂപ മാത്രമാണ്. നമുക്കറിയാം, എമർജൻസി ലോൺ എന്ന് പറയുമ്പോൾ ജീവനക്കാരന് അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കുന്നത്. അതൊരു സാലറി സ്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. അതുപോലെ തന്നെ പേയ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. മണ്ണാർക്കാട് പോലെയുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ജീവനക്കാർക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണുള്ളത്. ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇതൊക്കെ പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. വടകരയിലും അതുപോലെ തന്നെ കാസർഗോഡുമൊക്കെ തന്നെ INTUC പെൻഷനേഴ്സുമായി ചേർന്നുകൊണ്ടുള്ള സഹകരണ സംഘങ്ങളുണ്ട്. അവിടെയൊക്കെ ജീവനക്കാരെ, തൊഴിലാളികൾ, അവരുടെയൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു സഹകരണ സംഘം, കേവലം ഒരു സഹകരണ സംഘം തെരഞ്ഞെടുപ്പാക്കി മാത്രം കാണരുത്. ഇത് KSEB എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ വിഷയങ്ങളുമായി കൂട്ടിക്കലർത്തണം. അതുപോലെ തന്നെ കഴിഞ്ഞ 4.5 വർഷമായി ഈ സ്ഥാപനത്തിൽ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയനുകളും ഗവൺമെൻറ്റും ഉൾപ്പെടെ തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന തൊഴിലാളി ദ്രോഹ നടപടികളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകേണ്ടതുണ്ട്. CA റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, INTUC മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷനിലും ആപ്റ്റലിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും കേസ് നടത്തുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് 14/7/2020 ഉത്തരവനുസരിച്ച് മുഴുവൻ പ്രമോഷനുകളും നടത്താമെന്നിരിക്കെ കുറേ വിഭാഗം തൊഴിലാളികളുടെ പ്രമോഷൻ പുറത്തിറക്കാതെ ഇപ്പോഴും ബോർഡ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പ്രതികരിച്ച സംഘടന INTUC മാത്രമാണ്. കാരണം ഈ കേസിൽ തുടക്കം മുതലേ കേസ് നടത്തുന്ന ഞങ്ങളാണ്. ഞങ്ങൾ കേസ് നടത്തിയതുകൊണ്ടും ഇത് മുൻപോട്ട് കൊണ്ടുവന്നുകൊണ്ടുമാണ് മറ്റ് 2 സംഘടനകളായ CITയും AITUCയും ഇപ്പോൾ കേസിൽ കക്ഷി ചേർന്നതും കേസിന് കൂടെ വന്നതും. ആപ്റ്റലിൽ കേസ് പോയപ്പോൾ 1.5 വർഷം കഴിഞ്ഞാണ് CITയോട് വന്നത്. 14/7/2020 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നെങ്കിൽ 16/8/2020 സുപ്രീം കോടതി ഈ കേസ് വരികയുണ്ടായി. ഈ ഒരു മാസത്തിനിടയ്ക്ക് എല്ലാ പ്രൊമോഷൻ നടത്താമെന്നിരിക്കെ അതെല്ലാം പ്രശ്നങ്ങളാക്കി. ലൈൻമാൻ 2 നിന്ന് 1ലേക്കുള്ളത്, വർക്കറിൽ നിന്ന് ലൈൻമാൻ 2ലേക്കുള്ളത്, 10% പ്രൊമോഷൻ, വിത്തുകളുടെ, അങ്ങനെ പല കാര്യങ്ങൾ തടഞ്ഞു വെച്ചു. ഇപ്പോൾ ഇതിന് പറയുന്ന ഉത്തരം, CITയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അത് സുപ്രീം കോടതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം പ്രൊമോഷൻ ഒന്നും ഇറക്കില്ല എന്ന്. പ്രൊമോഷൻ ഇറക്കില്ല എന്ന് സുപ്രീം കോടതിയിൽ പറയാനാണോ ഒരു സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിനെ വെച്ച് സുപ്രീം കോടതിയിൽ വാദിച്ചത്, വലിയ ഫീസ് കൊടുത്ത്? പ്രൊമോഷൻ ഇറക്കിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അവർ തന്നെ പറയുന്നു, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിറക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സുപ്രീം കോടതിയിൽ ബാക്ക് കട്ടൺ വർക്കുകളൊന്നുമില്ല, നേരെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, അവിടെയുള്ള കാര്യങ്ങൾ പേപ്പറിൽ കാണുമെന്നാണ്. അപ്പോൾ പ്രൊമോഷൻ ഇറക്കാതിരിക്കാനുള്ള ഒരു തട്ടാമുട്ടിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഹിയറിംഗിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്? കേരള ഗവൺമെൻറ് ഇതിലെ 1ാം എതിർകക്ഷി ഇതുവരെയും റിട്ടേൺ നോട്ട് നൽകിയിട്ടില്ല എന്ന്. 15 ദിവസം മുമ്പ് വരെ നൽകിയിട്ടില്ലായിരുന്നു. കോടതി പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. ഞങ്ങൾ പവർ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുകയുണ്ടായി. പോയിട്ടുണ്ടോ എന്നറിയില്ല. അടുത്ത ആഴ്ച കേസ് വരുമ്പോൾ അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ കേസ് നീണ്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്. കാരണം ഭരിക്കുന്ന കക്ഷിക്ക് പവർ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധമുണ്ട്. അവർ ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്തില്ല.
കോൺട്രിബ്യൂട്ടറി പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 1/4/2013 മുമ്പ് നോട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ചതാണ്. അപ്പോൾ സുപ്രീം കോടതി ശരിവെക്കുക അല്ലെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഭരണഘടന ആർട്ടിക്കിൾ 141 അനുസരിച്ച് ഇന്ത്യയിലെ ഒരു നിയമമാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് അനുസരിക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ബോർഡിൽ കത്ത് കൊടുക്കുകയും 3 കത്ത് കൊടുത്തിട്ട് മറുപടി ലഭിക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി ബോർഡിന് ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബോർഡ് ഞങ്ങളെ വിളിച്ച് ഹിയറിംഗ് നടത്തി. ആ ഹിയറിംഗിൽ അനുകൂല തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. അതോടെ പ്രശ്നത്തിന് പരിഹാരവുമാവും. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടുത്തെ അംഗീകാരമുള്ള മറ്റ് 2 സംഘടനകളായ CITUവും AITUC ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? ഒരു കത്ത് പോലും നൽകിയിട്ടുണ്ടോ? ബോർഡിന് ഒരു കത്ത് പോലും നൽകിയില്ലല്ലോ. വിധി ഞങ്ങൾ കൊണ്ടുവന്നായിക്കോട്ടെ, ആര് കൊണ്ടുവന്നാലും ജീവനക്കാരന് കിട്ടേണ്ട വിഷയമല്ലേ? അക്കാര്യത്തിൽ എന്താണ് ഇവർ ചെയ്യാത്തത്? അവിടെയാണ് ഇവിടെ കള്ളക്കളി മനസ്സിലാക്കേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എല്ലാവർക്കും കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ട് അർഹതപ്പെട്ടവന് നിയമപ്രകാരമുള്ളത് ലഭിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 4.5 വർഷമായി അതിനുവേണ്ടി ശ്രമിച്ച് 5.5 കോടി രൂപയും ചെലവാക്കി. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. കോൺട്രിബ്യൂട്ടറി പെൻഷനെ നിയമപരമാക്കി മാറ്റി. ഇതുവരെ നിയമപരമാക്കി മാറ്റിയില്ല, ഗവൺമെന്റ് ഉത്തരവ് ഇറക്കി കഴിഞ്ഞിരിക്കുക. ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറിലേക്ക് പോകുന്ന എല്ലാവർക്കും. ഇത് 1/4/2013 മുമ്പ് നോട്ടിഫിക്കേഷൻ ഉള്ളവർക്കാണ്. നമ്മൾ KSEBയെ സംബന്ധിച്ചിടത്തോളം KSEBയിലുള്ള 99% പേരും ഇതിൻ്റെ പരിധി വരും. കാരണം എല്ലാവരുടെയും മിക്കവാറും ഉള്ളവരുടെ എല്ലാ നോട്ടിഫിക്കേഷന് മുമ്പാണ്. അത് ചെയ്യാനുള്ളൊരു നീക്കം, അതിനെതിരെയും കോടതിയെ സമീപിച്ചതും നിയമപരമായി പോയിട്ടുള്ളതും കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ മാത്രമാണ്. ഇൻ സർവീസ് ജീവനക്കാർക്ക് ഉള്ള സബ് എഞ്ചിനീയർമാരുടെ മേയിലേക്കുള്ള 20% കോട്ട 161 തസ്തികകൾ മറിച്ചു വിൽക്കുവാൻ തുടങ്ങി കഴിഞ്ഞ ഡിസംബറിൽ 2019. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചിലൊക്കെ കേസിന് പോയതും അപ്പീലിലെല്ലാം വാദിച്ചതും എല്ലാം ഞങ്ങളാണ് തൊഴിലാളികൾക്ക് വേണ്ടി. അങ്ങനെയാണ് ബോർഡ് തോറ്റുപോയതും 161 തസ്തിക നമുക്ക് തിരിച്ചു കിട്ടിയതും. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഇറങ്ങിയ പ്രൊമോഷനിലെ എല്ലാ പ്രൊമോഷന്റെ അവസാനത്തെ 161 എന്ന് പറയുന്നത് INTUC വാങ്ങി തന്നതാണ്. അതിനകത്ത് ആർക്കും യാതൊരു റൈറ്റും ഉള്ളതല്ല, അത് ഞങ്ങൾ വാങ്ങിയതാണ്. പക്ഷേ ബോർഡ് എന്ത് ചെയ്തു? അവരുദ്ദേശിച്ച ആൾക്കാരെ അവരെ നിയമനം നടത്തി, സൂപ്പർ ന്യൂമറിയായി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത തസ്തികയെ നിയമിച്ചു. അത് ബോർഡിൻ്റെ വിഷയം. അപ്പോൾ ഇവിടെ ആ 161 പ്രൊമോഷൻ ഞങ്ങൾ വാങ്ങിത്തന്നതാണ്. പിന്നുള്ള വിഷയം നമുക്കറിയാം, ഭരണഘടനാവകാശം. ഈ ഗവൺമെൻറ് വന്ന ഉടനെ ചെയ്തെന്താണ്? കോടതിയിൽ പോകാൻ പാടില്ല എന്ന് ഉത്തരവിറക്കി. പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു തർക്കമുണ്ടെങ്കിൽ, ഗ്രഡേഷനുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടെങ്കിൽ, സീനിയോറിറ്റിയായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടെങ്കിൽ, നമ്മുടെ ഏതൊരു വിഷയത്തിനും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ, റിട്ട് പെറ്റീഷൻ സമർപ്പിക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 അനുസരിച്ചുള്ള അവകാശം KSEB ജീവനക്കാർക്കുണ്ട്. അത് ഭരണഘടനാ അവകാശമാണ്. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തൊട്ടടുത്ത ദിവസം ചെയ്തത് അത് നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അത് സ്റ്റേ ചെയ്യിച്ചതും ഞങ്ങളാണ്. കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC-ആണ്. അപ്പോൾ ഭരണഘടനാവകാശം നിഷേധിച്ച് ഇപ്പോൾ പറയുന്നത് ബോർഡിന് ആ ജീവനക്കാരും ആർക്കും നിവേദനം കൊടുക്കാൻ പാടില്ല, പരാതി കൊടുക്കാൻ പാടില്ല, എല്ലാം ഞങ്ങൾ മാത്രമേ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. CITU ഉൾപ്പെടെയുള്ള സംഘടനകളോട് ഞങ്ങളൊന്ന് പറയുകയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല, ഇത് ഇന്ത്യയാണ്, ഇത് ജനാധിപത്യ രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ആർക്കും ആരെയും കാണാൻ പാടില്ല, നിവേദനം കൊടുക്കാൻ പാടില്ല, പരാതി കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ ഈ സർക്കാർ വന്ന്, ഈ ഗവൺമെൻറ് വന്ന് ഉടനെ തന്നെ ചെയ്തതാണ് ടെർമിനൽ ആനുകൂല്യങ്ങളായ ലീവ് സറണ്ടറിലും കമ്മ്യൂട്ടേഷൻ്റെ 3 ലാഖ് കഴിഞ്ഞുള്ള പോർഷനിലും ടാക്സ് ഏർപ്പെടുത്തി ഉത്തരവിറക്കി. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അത് വാദം നടക്കുന്നതേ ഉള്ളൂ, ഉത്തരവായിട്ടില്ല. അപ്പം ജീവനക്കാരുടെ എല്ലാ വിഷയങ്ങളിലും നിരന്തരം ഇടപെടുന്നതും നിയമപരമായി നേരിടുന്നതും ജീവനക്കാരുടെ ഒപ്പമുള്ളതും കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC തന്നെയാണ്. ഇതിപ്പോൾ DA 5% ഇന്നലെ ബോർഡ് തീരുമാനമായി എന്ന് പറയുന്നു. 9% DA ലഭിക്കാനുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലത്ത് 24 മണിക്കൂറും പ്രവർത്തിച്ച ഏക സ്ഥാപനം KSEB-യാണ്. പിന്നെ ഹോസ്പിറ്റൽസുമാണ്. ഹോസ്പിറ്റൽസും മുഴുവൻ ഹോസ്പിറ്റലും പ്രവർത്തിച്ചില്ല. KSEB മാത്രമാണ് 24 മണിക്കൂറും പ്രവർത്തിച്ചത്. KSEB-യിലെ ജീവനക്കാർ മാത്രമാണ് 24 മണിക്കൂറും പ്രവർത്തിച്ചത്. അപ്പോൾ നമുക്ക് 9% DA അർഹതപ്പെട്ടതാണ്. അതിന് 5% ചെന്ന് തൃപ്തിപ്പെടുത്തുവാൻ നോക്കുന്നു. 1.5 വർഷമായിട്ട് പെൻഡിംഗ് ആയി കിടക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്ത ഉടനെ DA കൊടുക്കണമെന്ന്. ബോർഡിന് പൈസ ഇല്ലെന്നൊന്നും ആരോടും പറയാൻ പറ്റില്ല. സാലറി കട്ട് വന്നപ്പോൾ തന്നെ ആദ്യം 26 കോടി രൂപ ബോർഡ് CMDRF-ലേക്ക് അയച്ചു. ഇനി ആ പൈസ തിരിച്ച് എങ്ങനെ കിട്ടും? അതിൻ്റെ ഉത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബോർഡിൽ സാമ്പത്തികം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബോർഡ് DA നിഷേധിച്ചിരിക്കുന്നത്.
അപ്പോൾ 4% നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെ ശമ്പള പരിഷ്കരണം, അതിൻ്റെ ഡിമാൻഡ് INTC കൊടുത്തു കഴിഞ്ഞു. CA2 എന്ന് പറയുന്ന ഇവിടുത്തെ കഴിഞ്ഞ റഫറണ്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ CA2 ഇതുവരെയും ഡിമാൻഡ് കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണത്തിനുള്ള അർഹതയുള്ളതാണ്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരന് കിട്ടേണ്ട ശമ്പള പരിഷ്കരണം കൃത്യമായ സമയത്ത് തന്നെ ലഭിക്കണം. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡിമാൻഡ് കൊടുക്കണ്ടേ? ഞങ്ങൾ കൊടുത്തതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം മന്ത്രി യൂണിയനുകളുമായി നടന്ന ചർച്ചയിൽ മന്ത്രി പറയുകയുണ്ടായി, ശമ്പള പരിഷ്കരണം നമുക്ക് ആലോചിക്കാം, നടത്തിയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ അംഗീകാരമുള്ള ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സംഘടന ഇതുവരെയും ഡിമാൻഡ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സിബിൽ റേറ്റിംഗുമായി ബന്ധപ്പെട്ടൊരു വിഷയം. നമ്മുടെ സാലറി 1-ാം തീയതി തരുമ്പോൾ തന്നെ സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. നമ്മൾ ഹൗസ് ലോണിനൊക്കെ എടുത്തിട്ടുള്ള ലോണിൻ്റെ തിരിച്ചടവ് അത് ബോർഡ് തന്നെ പിടിച്ച് അടയ്ക്കുകയാണ്. അങ്ങനെ ബോർഡ് അടയ്ക്കുന്നത് 5-ാം തീയതിക്കുള്ളിൽ അടച്ചിരിക്കണം. ബോർഡ് പക്ഷേ ഇപ്പോൾ അടയ്ക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 23-ാം തീയതി 20-ാം തീയതിക്ക് ശേഷമാണ്. അപ്പോൾ ഇതിന് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. ബോർഡിൻ്റെ സാമ്പത്തിക ദൂർത്ത് കാണുമ്പോൾ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. കാരണം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി വിറ്റു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ഓഫ് പവർ നടന്നിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ശമ്പളം കൊടുക്കുന്നത് തടയാൻ പറ്റില്ല. ശമ്പളത്തിൽ നിന്നും പിടിച്ച പൈസ തിരിച്ചടയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശമ്പളം തടഞ്ഞു വെച്ചതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ശമ്പളത്തിൽ നിന്നും ലോണിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള തുക അടയ്ക്കാതെ വന്നതിൻ്റെ പേരിൽ പലർക്കും ഇപ്പോൾ നോക്കിയോ ലോൺ ക്ലോസ് ചെയ്ത് ആധാരം തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോൾ വൻ തുക പലർക്കും വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ലോൺ നമ്മൾ 5-ാം തീയതി അടയ്ക്കേണ്ടത് 20-ാം തീയതി ആകുമ്പോൾ അങ്ങനെ ഒരു 5 മാസം ഇങ്ങനെ പെൻഡിങ് വരുമ്പോൾ സിവിൽ റേറ്റിംഗ് അത് നമ്മുടെ സിവിൽ സ്കോർ കുറയും. കരിമ്പട്ടി എന്നൊക്കെ പറഞ്ഞല്ല, ഭാവിയിൽ നമ്മളൊരു ലോണിന് ചെല്ലുമ്പോൾ കിട്ടാൻ വയ്യാത്ത അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള KCBയിലെ ജീവനക്കാരെ എത്തിച്ചിരിക്കുക. അപ്പോൾ അത് സിവിൽ സ്കോർ നമ്മുടെ കുറയുന്ന ഒരു സാഹചര്യം കൂടെ ബോർഡ് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ഈ നാളുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തൊഴിലാളി ദ്രോഹ നടപടികളാണ്. ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് സൊസൈറ്റി ഇലക്ഷൻ മാത്രമല്ല, ഈ കഴിഞ്ഞ 4.5 വർഷമായി തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന ദ്രോഹ നടപടികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ്. അത് പാലക്കാട് ജില്ലയിലുള്ള തൊഴിലാളികൾക്ക് അതിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ സഹകരണ ജനാധിപത്യ മുന്നണി, കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ, INTUCയും പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ചേർത്ത് നടത്തുന്ന ഈ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ജനറലിലേക്ക് മത്സരിക്കുന്നത് സീരിയൽ നമ്പർ 2 ശ്രീ അറുമുഖൻ, സീരിയൽ നമ്പർ 5 ശ്രീ ജയരാജൻ, സീരിയൽ നമ്പർ 8 ശ്രീ മുഹമ്മദ് ഷമീം, സീരിയൽ നമ്പർ 11 ശ്രീ രാമകൃഷ്ണൻ, സീരിയൽ നമ്പർ 12 ശ്രീ വിജീഷ്, സീരിയൽ നമ്പർ 15 ശ്രീ സ്വാമിനാഥൻ. വനിതാ സംവരണത്തിൽ സീരിയൽ നമ്പർ 17 ശ്രീമതി ജെസി, സീരിയൽ നമ്പർ 18 ശ്രീമതി ജ്യോതിശ്രീ, സീരിയൽ നമ്പർ 20 ശ്രീമതി ബിന്ദു. പട്ടികജാതി സംവരണത്തിൽ സീരിയൽ നമ്പർ 23 ശ്രീ മഹേഷ്, നിക്ഷേപ സംവരണത്തിൽ സീരിയൽ നമ്പർ 26 ശ്രീ രാജൻ എന്നിവരാണ് സഹകരണ ജനാധിപത്യ മുന്നണി പാലക്കാട് ജില്ലയിലുള്ള തൊഴിലാളികളുടെ മുമ്പാകെ സസന്തോഷം അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ. ഇവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ സീരിയൽ നമ്പറുകൾ വോട്ട് നൽകി അവരെ വിജയിപ്പിക്കണമെന്നും സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന് അവർക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നും KCBയിൽ നിലവിലുള്ള തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇതൊരു ചുട്ട മറുപടിയായിരിക്കണമെന്നും അത് പാലക്കാട് ജില്ലയിലെ തൊഴിലാളികൾ കിട്ടിയ അവസരം നിങ്ങൾ ഉപയോഗിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.